ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ 31 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് റോസ് ഫ്ലവറിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ചെയിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നോർമൽ സൈസിലുള്ള ഒരു റോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 31 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 31 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം. 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ചെയിനിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ് കൂടി ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും 6ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ചെയിനിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 3ാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ് ചെയ്യാം, പിന്നെ 3 ചെയിൻ ചെയ്യാം, പിന്നെ അതേ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ചെയിൻ മൊത്തമായിട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ പാറ്റേൺ ചെയ്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. പാറ്റേൺ 3ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ് ചെയ്യുക, വീണ്ടും 3 ചെയിൻ ഇടുക, പിന്നെയും അതേ ഹോളിൽ ഡബിൾ ക്രോഷ് ചെയ്യുക, പിന്നെ 6ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ് ചെയ്യുക, 3 ചെയിൻ ഇടുക, വീണ്ടും 6ാമത്തെ അതേ ചെയിൻ തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ് ചെയ്യാം. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണ് കാണാം. നമ്മളിതിനെങ്ങനെ തിരിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മുകളിലുള്ള ഈ ഹോള്, ഇവിടെ താഴെയും മുകളിലും ഹോൾസ് ഉണ്ട്. ഈ മുകളിലുള്ള ഹോളിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതേ ഹോളിൽ 7 ഡബിൾ ക്രോഷ് ചെയ്യാം. ഇപ്പോൾ 1 ആയിട്ടുണ്ട്. അതുപോലെ 7 ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഹോളിന് 7 ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഹോളിൽ ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ് ചെയ്തു. ഇപ്പോൾ ഒരു പെറ്റലിൻ്റെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഈ മുകളിലുള്ള എല്ലാ ഹോൾസിലും നമുക്ക് ഇതേ പാറ്റേൺ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ് ഇട്ട് കൊടുക്കാം, പിന്നെ 7 ഡബിൾ ക്രോഷ്, പിന്നെ ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്. അങ്ങനെ എല്ലാ മുകളിലുള്ള ഹോൾസിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഓരോന്നിലും ഒരു സിംഗിൾ ക്രോഷ്, 7 ഡബിൾ ക്രോഷ്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്, അങ്ങനെ എല്ലാ ഇതിനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇതിലൂടെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ ഉള്ള നൂല് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഇതിനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് ഇപ്പോൾ അടിപൊളി ഒരു റോസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇതിലൂടെ തുന്നി കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ റോസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത വേറൊരു റോസാണിത്. നമ്മൾ വേണ്ട വലുപ്പത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇത് ഒട്ടിച്ചിട്ടില്ല, നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത റോസ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റോസ് എല്ലാവരും ചെയ്ത് നോക്കാം.